സാധാരണ നമ്മള് യൂട്യൂബ് ചാനലും മറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിന്റെ ഭാഗത്ത് വരുന്ന ആഡ് റവന്യൂസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് സോഴ്സുകളിൽ നിന്ന്, അതായത് ബ്രാൻഡീഡ്സ് പോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് പൈസ നമുക്ക് കിട്ടും. അത് സാധാരണ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴി എങ്ങനെയാണ് ആളുകൾ പൈസ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതിന് നമ്മൾ എൻ്റെ കൂടെ ഇരിക്കുന്ന യോഗിയുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഹാരിസൺ കമ്പനിയിൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ ഹാരിസൺ കമ്പനി എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഏകദേശം ഒരു 200ഓളം സബ്ബുള്ള സമയത്ത് ഇന്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്നേരം വന്ന് ഇന്റർവ്യൂ ചോദിച്ചാൽ 200 സബ്ബുള്ള ആൾക്ക് എങ്ങനെയാണ് ഇന്റർവ്യൂ കൊടുക്കുക എന്നൊക്കെ തോന്നുമെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഈ ഒരു സമയം വരെ വെയിറ്റ് ചെയ്തത്. അപ്പം എന്തായാലും യോഗിനെ പരിചയപ്പെടാൻ പറ്റിയൊരു ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരാണ്. അത് കാരണം വീട്ടമ്മമാരും കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ, സാധാരണ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അതെന്താണെന്നൊന്ന് ആദ്യം പറയും, എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മളൊരു മാസ് ഓഡിയൻസിലോട്ട് എത്താനായിട്ടുള്ള ഓരോ മീഡിയംസ് ഉണ്ടല്ലോ, TV അങ്ങനത്തെ കാര്യങ്ങൾ കുറെ പറയുന്ന TV ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരുടെയും ഫോണുണ്ട്. എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോർട്ട് വീഡിയോ കോണ്ടന്റ് ആണ്. അത് മൊബൈൽ ഫോണിൽ തന്നെ ഷോർട്ട് വീഡിയോ കോണ്ടന്റുകളാണ്. അതായത് വെറും ഒരു 30 സെക്കൻഡ് 60 സെക്കൻഡ് ആ റേഞ്ചിൽ പോകുന്ന കോണ്ടന്റും, അത് മാത്രം അല്ലാണ്ട് യൂട്യൂബിൽ ലോങ് ഫോമാറ്റ്സും നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആണ്. യൂട്യൂബിലും ഷോർട്സ് ഉണ്ടല്ലോ, ഷോർട്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പോഡ്കാസ്റ്റ് ആണെങ്കിൽ നമുക്കത് റീപർപ്പസ് ചെയ്ത് കട്ട് ചെയ്ത് റീൽസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഒരു ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിൽ ബെസ്റ്റ് ഫേസ്ബുക്കും മറ്റൊരു പ്ലാറ്റ്ഫോംസും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു റെലവൻസി എന്ന് പറയുന്നത്. അത് മാത്രമല്ല ബ്രാൻഡുകളുടെ ഒരു മാർക്കറ്റിംഗ് സ്പെൻഡ് നമ്മൾ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ അവർ ഇതിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവരോട് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ റവന്യൂ അല്ലാതെ ഏത് രൂപത്തിലാണ് ഈ ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബിൽ ഒരു അത്യാവശ്യം സബ്ബുള്ള ഒരാൾ അതൊക്കെ എങ്ങനെയാണ് മറ്റു വഴികളിലൂടെ ഈ ഒരു ആഡ് ചെയ്യാനും അല്ലെങ്കിൽ പൈസ ഈ കമ്പനി സ്പെൻഡ് ചെയ്യുന്നത് 2 വേ ആണ് പരിപാടി. അപ്പോൾ ചില ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ബ്രാൻഡുകളെ പിച്ച് ചെയ്യാറുണ്ട്. അങ്ങോട്ട് ബ്രാൻഡുകളോടെ പോയിട്ട് പറയും, ഓക്കെ എനിക്ക് ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, ബ്രാൻഡ്സിന്റെ മെയിൽ ഐഡികൾ നമുക്ക് കിട്ടുക, ഡയറക്റ്റ് പിച്ചിങ് നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു ഐഡിയ ആണ് എൻ്റെ ഐഡിയ ഇതാണ്. ആ ഐഡിയ അവർ സ്റ്റീൽ ചെയ്യാനൊന്നും പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടന്റിന് വേണ്ടി ചെയ്ത ഒരു ഐഡിയേഷനാണ്. നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ബ്രാൻഡ്സിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് വേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോർമൽ ഇപ്പോൾ ഏജൻസികളൊക്കെ സ്പെക്ക് ആഡുകൾ ചെയ്യും. അതായത് സ്പെക്ക് ആഡ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ ഒരു ഓറിയോടെ ഒരു വിചാരിക്കാം, കമ്പനി അല്ല അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, നമ്മളായിട്ട് നമ്മൾ ചെയ്തു. ആ ബ്രാൻഡ് എടുത്തിട്ട് ആ ബ്രാൻഡിനെ പ്ലേസ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തു. അതുപോലെ എന്ത് ചെയ്യാം, യൂട്യൂബേഴ്സും എന്ത് ചെയ്യാൻ പറ്റും. അതായത് ശരിക്കും ആ വർക്ക് ഇല്ല, നമുക്ക് ആ പ്രൊഡക്റ്റ് ഇല്ല. പക്ഷെ അതായത് ഞാൻ പറയാം, അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ്, പക്ഷെ നമ്മൾ ഇതിന്റെ ആഡ് എന്ന രൂപത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നു. എന്താ വെച്ചാൽ ആൾക്കാർക്ക്, അത് ഈ ബ്രാൻഡ് മാനേജർമാര്, അത് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരല്ല, ഒരു ബ്രാൻഡിന്റെ, അവർക്ക് അറിയണമല്ലോ ഇവർക്ക് വർക്കുകൾ ചെയ്യാന്ന് പറ്റും. നമ്മൾ നോക്കുന്നത് ഇപ്പോൾ തീരെ ഒരു ബ്രാൻഡ് കൊളാബ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് അവര് ചിലപ്പോ കൊടുക്കാൻ പോലും നോക്കൂല. അവര് എനിക്കിപ്പോ ഒരു എക്സാമ്പിൾ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു പ്രൊഫൈൽ കൊടുക്കുമ്പോൾ അവരിങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത് എന്താ, ഇവര് ഇത്രയും ഒരു 2-3 മാസമായിട്ട് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് പോലും ചെയ്തിട്ടില്ല,
അപ്പോൾ അതിനൊരു റെലവൻസിയുടെ ഒരു കുറവ് എന്നുള്ള രീതിക്കാണ് വരിക. അപ്പോൾ ഏറ്റവും ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ. അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഒരു വലിയൊരു ബ്രാൻഡിന് ചെയ്യുന്നതിന് പകരം നമുക്ക് ഏതെങ്കിലും പിന്നെ ചെറിയ കമ്പനീസോ അല്ലെങ്കിൽ ഇതുപോലെ റിലേറ്റീവ് ആയിട്ടുള്ള കമ്പനീസിനൊക്കെ നമുക്ക് അവരോട് പോയി പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാരുണ്ട്, അതും ചെയ്താൽ മതിയല്ലോ. നമ്മൾ അതായത് ഇപ്പൊ നാട്ടിലൊരു പുതിയൊരു ഫേം തുടങ്ങുകയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വേറൊരു ടീം തുടങ്ങുകയാണ് വിചാരിക്കുക. അതായത് ഈ ചെറിയ ഇപ്പം നമ്മൾ സാധാരണ യൂട്യൂബേഴ്സ് ഇപ്പം നമ്മൾ ഒരു വലിയൊരു ബ്രാൻഡിന്റെ പരസ്യം എടുത്ത് ചെയ്യുന്നതിന് പകരം ഇപ്പം സാധാരണ ലോക്കലായിട്ടൊരു ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രൊഡക്റ്റിന് ചെയ്ത് തുടങ്ങുക എന്നുള്ളൊരാശയം അങ്ങനെയോ. അതെങ്ങനെ വെച്ചാൽ ഇപ്പൊ നമ്മള് കൂടുതലും ഹോം ഗ്രോൺ ബ്രാൻഡുകൾ ഉണ്ടാവും നാട്ടിലെ, നല്ല ബ്രാൻഡുകൾ ലോക്കലായിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ഹോം ഗ്രോൺ ബ്രാൻഡുകൾ നമുക്കറിയാലോ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളൂ എന്ന് അറിയുന്ന ടൈമിൽ നമുക്ക് അവരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാം. അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ചിലപ്പോൾ നമ്മളൊരു 2-3 തവണയൊക്കെ ഈ ഫുഡ് ബ്ലോഗേഴ്സ് എങ്ങനെയാണ്, ഫുഡ് ബ്ലോഗേഴ്സിന്റെ ഒരു ബേസിക് ഗ്രോത്ത് നിങ്ങൾ കണ്ട, അവരാദ്യം അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാറ്. അവർ പോകുന്നു, കൈവിടുന്നു, ഫുഡ് കഴിക്കുന്നു, നല്ല വീഡിയോസ് ഇടുന്നു. പക്ഷെ അവരപ്പം തന്നെ പൈസ വാങ്ങിയിട്ടല്ലല്ലോ ചെയ്യും. അതെ. അവർക്കൊരു ഗ്രോത്ത് വന്നു കഴിയുമ്പോൾ എന്തായാലും അവർക്ക് വർക്ക് വരും. അത് ഏകദേശം ഒരു സിമിലർ പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്തും വരാം. നമ്മളൊരു സ്റ്റേജിലോട്ട് നമ്മളിങ്ങനെ ചെറിയ ബ്രാൻഡുകൾ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് പിച്ച് ചെയ്യാനുള്ളൊരു എന്തായാലും ഇതുണ്ടല്ലോ. നമുക്ക് പറയാം, നമ്മുടെ വിത്ത് അവർ ഒരു ഐഡിയേഷൻ വെച്ചിട്ട് ഇതാണ് എൻ്റെ ഐഡിയ എന്നുള്ള രീതിക്ക് ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു മെയിലോ കാര്യങ്ങളോ അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ബ്രാൻഡുകൾ ഇങ്ങനത്തെ ആൾക്കാരെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതായത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് പോലും നിറയുവാണെന്നല്ല, ഒരു പ്രോപ്പറായിട്ട് അത് വൃത്തിക്ക്. അത് ഈ സബിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ടല്ലോ ഇത്, അപ്പം നിങ്ങൾ ഈ എത്ര സബുള്ള ആൾക്കാരെയാണോ നോക്കുക, അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് വേണം, അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടോ? അതോ ഇത് ഓരോ ബ്രാൻഡ് വർക്കിനനുസരിച്ച് അത് മാറും. അത് ബ്രാൻഡ് ഏത് റീജിയൻ ആണോ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ സംഭവങ്ങൾ മാറും. മെയിനായിട്ട് ഏതാ വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രാൻഡ് തൃശ്ശൂർ മാത്രം അവർക്ക് ഫോക്കസ് ചെയ്യാം. തൃശ്ശൂർ റീജിയൻ മാത്രം ഫോക്കസ് ചെയ്യണം വിചാരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ റീജിയൻ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിന് ഇവർ നോക്കുമ്പോൾ അവർ എപ്പോഴും വലിയ ആൾക്കാരെ വേണമെന്ന് പറയൂല. അവർക്ക് ആൾക്കാരെ കിട്ടിയാൽ അത് നാനോ ക്രിയേറ്റേഴ്സോ മൈക്രോ ക്രിയേറ്റേഴ്സോ മതി അവർക്ക്. ഈ നാനോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സബിന്റെ കൗണ്ടിലാണോ? നാനോ എന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സ് എത്ര വേണം ഏകദേശം? നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 മുതൽ 1000 മുതൽ 10K വരെയാണ് 1000 വരെ. 10ന്റെ മുകളിൽ ഒരു മൈക്രോ ഇൻഫ്ലുവൻസർ തന്നെയാണ്. 100Kന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു. അപ്പൊ ഇതിൽ ഈ നാനോ മൈക്രോ എന്ന് പറയുമ്പോൾ സ്പെൻഡ് എമൗണ്ട് കുറയുക അങ്ങനെ ആയിരിക്കുമോ? അതല്ലേ, അപ്പോൾ നാനോ ക്രിയേറ്റേഴ്സ് നമ്മൾ എന്തായാലും ചെറിയ എമൗണ്ട് കൊടുക്കും. ചെറിയ എമൗണ്ട് ആയിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ കോസ്റ്റ് പെർ വ്യൂസ് ഒക്കെ ഇട്ടാണ് കണക്കാക്കുക. അപ്പോൾ പറയും 0.6ന്റെ താഴെ വേണം, ഒരു 60 പൈസയുടെ താഴെ കോസ്റ്റ് പെർ വ്യൂ വേണം. അങ്ങനെയാണ് ഓരോ ബ്രാൻഡിനും ഓരോ കണ്ടീഷനാണ്. അവരുടെ കോസ്റ്റ് പെർ വ്യൂ 60. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 2000 സബുള്ള ഒരാൾ ഇതുപോലൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി അവർക്ക് എത്ര വ്യൂസ് വരണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഡിമാൻഡായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റും. അത് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് പറയാം. നമുക്കൊരു ഐഡിയ ഉണ്ടാവും എപ്പോഴും. അതായത് അവരുടെ ഒരു ആവറേജ് വ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് തന്നെ ആയിരിക്കും നമ്മൾ അവർക്ക് വർക്ക് കൊടുക്കുക. അപ്പൊ അവർക്ക് 2000 സബ് ഉണ്ട്, ആകെ ഒരു 10-20 വ്യൂസ് തന്നെ ഉള്ളൂവെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കൂല. ചിലപ്പോൾ 1000 സബ് ഉണ്ടാവും, അവർക്ക് 10,000 വ്യൂസ് ഒക്കെ ഉണ്ടാവും. വ്യൂസ് കൂടുതലായിരിക്കും, നമ്മളെ സബ് കുറവായിരിക്കും. സബ് കുറവാണെങ്കിലും വ്യൂസ് നല്ല വ്യൂസ് ആണെങ്കിൽ വർക്ക്സ് പോവാറുണ്ട്. അപ്പൊ അതിൽ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഡൗട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ചാനൽ നോക്കുമല്ലോ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിൻ്റെ ഈ ചാനൽ എന്തൊക്കെയാണ് നോക്കുക? അതായത് ആ ചാനൽ എങ്ങനെ ആയിരിക്കണം? നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളെ കണ്ടെത്തി ഒരു ബ്രാൻഡിന്റെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ചാനലിന്റെ മൊത്തത്തിലുള്ള ചാനൽ എങ്ങനെയായിരിക്കണം? മെയിനായിട്ട് നിങ്ങൾക്കറിയാലോ, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ തന്നെ തംബ്നെയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നീറ്റായിട്ട് തംബ്നെയിൽ ചെയ്തിട്ടുള്ള ഒരാൾ, ആവറേജ് വ്യൂസ് നല്ല വന്നിട്ടുള്ള ആൾക്കാർ, പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കാറ് കൺസെൻ്റ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ.
അവരുമായിട്ട് വരുന്നുണ്ട് ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു വീഡിയോ പോകുന്നുണ്ടോ എന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ ആക്റ്റീവ് ആവാം. പിന്നെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണ്, വീഡിയോയുടെ ക്വാളിറ്റി നോക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു കുക്കിംഗ് ചാനലുണ്ട്, അത് അത്യാവശ്യം 2000-3000 വ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിങ്ങനെ ഒരു വർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ വീഡിയോ ക്വാളിറ്റി, അതായത് മെയിനായിട്ട് നമ്മൾ നോക്കുക പ്രൊഡക്റ്റിന്റെ പ്ലേസ്മെന്റ് നീറ്റായിട്ട് കിട്ടോ അവരുടെ വീഡിയോയിൽ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. അപ്പോൾ അവരുടെ വീഡിയോ ക്വാളിറ്റീൻ്റെ ഒരു ഇത് വരുമ്പോൾ തന്നെ ആ വീഡിയോ, ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ, കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ 2-3 ആംഗിൾസിൽ വെച്ചിട്ടുണ്ടാവും ക്യാമറ, പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യാനാണെങ്കിൽ അതായത് പ്രോഡക്റ്റ് കറക്റ്റ് ആർട്ടിക്കലി പ്ലേസിങ് ആയിരിക്കണം വീഡിയോസ്, എന്നാലേ ബ്രാൻഡുകൾക്ക് എന്താ വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റ് ആണല്ലോ വെക്കുക. സംഭവം എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പം നമ്മൾ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ നമ്മൾ ഈ പാത്രം വെക്കുന്നതും അതിന് ഷൂട്ട് ചെയ്യുന്നത്, അതുപോലെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മൾ ഒരു മൈക്കിൻ്റെ ഇതാണെങ്കിൽ ഇതിങ്ങനെ അവിടെ വെച്ച് അത് കാണിക്കുന്ന ആ ഒരു അതൊക്കെ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ നീറ്റ് എസ്തെറ്റിക്കലി പ്ലേസിങ് തന്നെയാണ് വേർഡ് വരുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റായിട്ട് പ്ലേസ് ആണ്. അതായത് ഞാനിപ്പോൾ ഈ എല്ലാവരോടും പറഞ്ഞതാണ്, ഇപ്പം കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരോട് പറയുന്നതാണ്, നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ പറഞ്ഞില്ലേ കറക്റ്റ് നല്ല സ്റ്റൈലിഷ് ആയിരിക്കണം, അല്ലേ? സ്റ്റൈലിംഗ് ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ബ്രാൻഡുകൾ വഴി നമുക്ക് പിന്നെ കൂടുതലും നല്ല രീതിക്ക് റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ച് നല്ലൊരു വോക്കലായിട്ടുള്ള ഒരാൾക്കാർക്കായിരിക്കും കൂടുതൽ നല്ല രീതിക്ക് സംസാരിക്കുന്ന. ചിലപ്പോൾ ചിലർ വെറും മ്യൂസിക് മാത്രം വെച്ച് വീഡിയോസ് ചെയ്യാറുണ്ട്, പക്ഷെ അത് ഭയങ്കര എസ്തെറ്റിക്കലി ആയാലേ അത് ചിലപ്പോൾ വർക്കുള്ളൂ. പിന്നെ വരുന്നത് മ്യൂസിക് മാത്രമാണെങ്കിൽ അത് അതിൻ്റെ രീതിയിലായിരിക്കും ആ ഒരു ഫസ്റ്റ് ആക്കണം, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കാം. ഞാൻ മറ്റൊരു കാര്യം, ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിൽ എല്ലാത്തിലും ഒരുപോലെയാണോ ഇത് വരുന്നത്? ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് ഏതാണ്? ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആണ് ഏറ്റവും കൂടുതൽ വർക്ക്സ് നമുക്ക് വരുന്നത്. യൂട്യൂബ് വലിയ ബ്രാൻഡ്സ് എല്ലാം ഒരുമിച്ച് ചെയ്യും, അതായത് ഇൻസ്റ്റഗ്രാമിലും ചെയ്യും, യൂട്യൂബിലും ചെയ്യും, ഫേസ്ബുക്കിലും ചെയ്യും. അപ്പോൾ കൂടുതലിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രാൻഡ്സ് നോക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഷോർട്ട് വീഡിയോ വിടും, അതായത് ഭയങ്കരമായിട്ടൊരു ഷോർട്ട് ടൈമിലുള്ള പ്രൊജക്റ്റുകളാകുക, അതായത് ഷോർട്ട് ടൈമിൽ വിറ്റ് പോകണ്ട. ഇപ്പോൾ ദിവാലി ക്യാമ്പയിന് ഷോർട്ട് ടൈം സാധനങ്ങളൊക്കെ അങ്ങനെ പോകും. ഒരു കാറിൻ്റെ ഒരു വീഡിയോ ആണ് വിചാരിക്കുക, അതൊരു ലോങ് ടേം ആണ്. ഒരു കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 കൊല്ലമെങ്കിൽ ആ കാറ് മിനിമം ആൾക്കാർ വാങ്ങുമല്ലോ. അപ്ഗ്രഡേഷൻ ഒന്നും വന്നില്ലെങ്കിൽ 2-3 കൊല്ലം മിനിമം ആൾക്കാർ അതൊരു പുതിയ കാറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കോണ്ടന്റ് ഒക്കെ നിങ്ങൾ കണ്ട കാറിന്റെ കോണ്ടന്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ ഇതായിരിക്കും. അത് കുറെ കാലം ഓടേണ്ട ആ വീഡിയോസ് യൂട്യൂബിൽ. അപ്പൊ നിങ്ങൾ ലോങ് ടേമിൽ ചിന്തിച്ച് ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ, ബ്രാൻഡുകൾ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് യൂട്യൂബ് ഫോക്കസ് ചെയ്യും. ഷോർട്ട് സാധനങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ, സീസണിലുള്ള സാധനങ്ങൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അവർ ഒരു 1 മന്ത് ഒക്കെ 2 മന്ത് ആണെങ്കിൽ അവർ ആഡ് റൺ ചെയ്തോളൂ. ഒരു 15 days ആണെങ്കിൽ അതിനനുസരിച്ച് അവർ ആഡ് റൺ ചെയ്തോളൂ. ആ പർട്ടിക്കുലർ വീഡിയോ വീണ്ടും അവർ ആഡ് റൺ ചെയ്യുമല്ലോ. ഇതിപ്പോ ഞാൻ പറയാം, ഇപ്പം യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ഷോർട്സ് മാത്രം ചെയ്യുന്നവരുണ്ട്, അത്യാവശ്യം റീച്ച് ഉള്ളവരുണ്ട്. പക്ഷെ അവർക്ക് ഈ റവന്യൂ കുറവായിരിക്കും യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് ഷോർട്ട് മാത്രം ചെയ്യുമ്പോൾ. അപ്പൊ അവർക്ക് ഇതുപോലുള്ള ക്യാമ്പയിൻസോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്രാൻഡിങ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതായത് ലോങ് ഫോം കോണ്ടന്റ് യൂട്യൂബ് ലോങ് ഫോം കോണ്ടന്റ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് റീപർപ്പസ് ചെയ്ത് ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ യൂട്യൂബിൽ ഇടുന്ന മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരാഴ്ച മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഷോർട്സ് ഇടാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും അതിൻ്റെ അകത്ത് ഉള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ. പിന്നെ ഒരു റീപർപ്പസിങ്, അതായത് ചിലർക്ക് ഫുൾ വീഡിയോ കാണണം താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ എഫക്ട്സ് കണ്ടാൽ മതി ചെറിയ കാണാം. അപ്പോൾ ആ രീതിക്കുള്ളൊരു നമ്മുടെ എന്നാലും കൂടുതലും ഇപ്പം ബ്രാൻഡ് ഡീൽസ് ഒക്കെ വരുന്നത് ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് ബ്രാൻഡ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പ്രശ്നം. ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് എന്തിനാണ് ലോങ് ടേം നിങ്ങൾ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോങ് ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് വേണ്ടിയുള്ള ക്യാമ്പായിരിക്കും നമ്മുടെ യൂട്യൂബിൽ പോവുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ എത്ര ഫോളോവേഴ്സ് വേണം അങ്ങനെയാണ് ഒരു. ഇപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ചെറി പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ചെറി ഒരു ആപ്പാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം അതിൻ്റെ അകത്ത് പോയിട്ട്. ഇപ്പോൾ സ്നിച്ച് ബ്രാൻഡില്ലേ, അതിൻ്റെ പ്രൊഡക്റ്റ് കുറേ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1000 ഫോളോവേഴ്സ് മതി മിനിമം.
ഒരാൾക്ക്. അപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വാങ്ങിയിട്ട് ബില്ലും പിന്നെ ഒരു റീലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ക്യാഷ് ബാക്ക്. അതിന് അപ്പൊ അത് ഒരു UGC വീഡിയോസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പാണ്, ബ്രാൻഡുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആപ്പാണ്. അപ്പൊ അതിനകത്ത് നോക്കിയാൽ മിനിമം അവർ വെച്ചേക്കുന്നത് 1000 ഫോളോവേഴ്സ് മിനിമം. പിന്നെ എന്താണ് ഒരു വേറൊരു ആപ്പ് കൂടി ഞാൻ കണ്ടിട്ടുണ്ട്, പേര് പെട്ടെന്ന്. അത് അവർക്ക് 1000 ഫോളോവേഴ്സും മതി. അതെ, ഇപ്പൊ 1000 ആണ്. ഇൻസ്റ്റാഗ്രാമിൽ 1000 ഫോളോവേഴ്സ് പിന്നെ ഒരു നീറ്റായിട്ട് കോണ്ടന്റ് ചെയ്യണം. അത് രണ്ടും ഉണ്ടെങ്കിൽ, അതായത് 1000 ഫോളോവേഴ്സും ചെയ്യുന്ന വീഡിയോ വളരെ നീറ്റായിട്ട്. അപ്പൊ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇവരൊരു 3-4 മാസം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് 10,000 ഫോളോവേഴ്സിലോട്ട് അവർ മാറും. നമ്മൾ കൺസിസ്റ്റന്റ് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കണ്ടാതെ നമുക്കറിയാം അവർക്കൊരു ഗ്രോത്ത് എന്തായാലും മിനിമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഫോളോവേഴ്സ് ഇൻക്രീസ് ആകും. അപ്പോൾ 1000 ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് മിനിമം ഒരു 500 to 1000 തന്നെ നമുക്ക് പേയ്മെന്റ് ആയിട്ട് വാങ്ങാം ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അതായത് 500 മുതൽ 1000 വരെ മിനിമം വാങ്ങാം. അതായത് വെറും 1000 ഫോളോവേഴ്സേ ഉള്ളൂവെങ്കിലും നല്ല ക്വാളിറ്റിയിലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഉറപ്പായിട്ട് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇത് പറഞ്ഞപ്പോഴേ ഇത് ഏറ്റവും കൂടുതൽ എമൗണ്ട് യോഗിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എത്രയായിരിക്കും കൊടുത്തിട്ടുണ്ടാവും ഒരു ക്യാമ്പയിൻ ചെയ്യാൻ? നമ്മൾ ഇവിടെ ഒരു 6-7 lakhs ഒക്കെ ഒരു ഇൻഫ്ലുവൻസർ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 7 lakhs കിട്ടിയോ? കൊടുത്തിട്ടുണ്ട് നമ്മൾ. അവർക്ക് എത്ര ഈ സബ്ബൊക്കെ ഉള്ളവരാണ്? ഇൻസ്റ്റാഗ്രാമിലാണോ? ഇൻസ്റ്റാഗ്രാമിലാണ് ഒരു 10 million അടുത്ത് 1 million അടുത്ത് ഉള്ള ആൾക്കാര്. അത് ഒരൊറ്റ ബ്രാൻഡിലാണ് ഈ 6 ലക്ഷം. ഓരോരുത്തർ ബ്രാൻഡിൽ നമുക്ക് വലിയ 6 ലക്ഷം വരുന്നുണ്ട്. വലിയ ബ്രാൻഡുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ യൂട്യൂബിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു 12 lakhs ഒക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഒറ്റ ഒരു വീഡിയോയ്ക്കൊക്കെ യൂട്യൂബിൽ വാങ്ങുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ഈ ലോക്കൽ ഇപ്പം യോഗിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അങ്ങനെ യൂട്യൂബേഴ്സ് ആയിരിക്കെങ്കിലും ഇതുപോലെ ബ്രാൻഡിൽസ് ഇത്ര എമൗണ്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആളെയല്ല, എമൗണ്ട് എത്ര കുടിക്കുന്നത് തന്നെ ഈ ഒരു 12 lakhs ഒക്കെ പേഴ്സണൽ അറിയുന്ന ആൾക്കാരുണ്ട്. 12 lakhs ഒക്കെ പിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് യൂട്യൂബിന്റെ വരുമാനത്തിനേക്കാളും നമ്മൾ വെച്ചാൽ എത്രയോ ഇരട്ടി നമുക്ക് ഇത്. നിങ്ങളത് കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ഇത് തന്നെ ചെയ്യുന്നല്ലേ കേരളത്തിന്റെ പുറത്തുള്ളവർ പ്രത്യേകിച്ച്. അപ്പൊ നമുക്ക് നിങ്ങളെപ്പോഴും എപ്പോഴും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുത്. അതായത് നിങ്ങൾ കോണ്ടന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഒരു ലെവലോ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എന്താ ചെയ്യാം, റീപർപ്പസ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ കണ്ട് എന്തായാലും യൂട്യൂബ് ഇനിയും ഗ്രോ ചെയ്യും. യൂട്യൂബിലും ഒരു പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും എല്ലാത്തിലും നമുക്ക് സാധ്യതകളുണ്ട്. ഇതിപ്പോ ഒരു യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം, മെറ്റ ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും അവരുടെ മൈൻഡിലുള്ളത് അവരെന്തായാലും അവർക്ക് ഒരു റവന്യൂ ഉണ്ട് അല്ലെ. അത് കൂടാണ്ട് എപ്പോഴും അവര് മാത്രമല്ല ഇതൊക്കെ ഈ റവന്യൂ ഉണ്ടാവണമെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും കോണ്ടന്റുകൾ പോകണം. അപ്പൊ അവരെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ ക്രിയേറ്റേഴ്സിന്റെ കമ്മ്യൂണിറ്റി കൊണ്ടുവരാം, ഇനിയും കൂടുതൽ ആളുകൾ വരാം. അതാണ് അവരുടെ തോട്ട്. ഭയങ്കര ക്രിയേറ്റർ ഫ്രണ്ട്ലി തന്നെ ആണ് ശരിക്കും പ്ലാറ്റ്ഫോംസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിടുന്നു. അതിന് പകരം ആദ്യം മുതലേ നമ്മൾ ഈ ഒരു നമ്മൾ ഫൈനലി നമ്മൾ ഇന്നതാവണം അല്ലെങ്കിൽ ഇന്നൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോളേജിങ് ലെജായിട്ട് പോകുന്നതല്ല. നിങ്ങളിപ്പോ മിസ്റ്റർ ബീസ്റ്റിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ പ്രോപ്പർ സ്ട്രാറ്റജിയാണ്. അവർക്കെന്തോ ഷോർട്ട് കോഴ്സസ് വരെ ഉണ്ട് എങ്ങനെ യൂട്യൂബിൽ ബിൽഡ് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ അത് ശരിക്കും ഒരു സ്ട്രാറ്റജി ഉണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് മിസ്സിങ് ഇവിടെ. അതായത് ഈ ചാനൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് മിസ്സിങ് ആവുന്നത് ഇതിന്റെ സ്ട്രാറ്റജിക്കലായിട്ടല്ല പോകുന്നത്. ചാനൽ തുടങ്ങണമെന്ന് പറയുന്ന ഒരു ക്യാമറ മൊബൈൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റർ എങ്ങനെ ആവാം അതിന് വരെ കോഴ്സുകളുണ്ട്. അതെ, ഞാൻ അവിടെ കണ്ടു ഡിഗ്രി കോഴ്സ് വരെ ഉണ്ട് ആവാനായിട്ട്. ഞാൻ എവിടെയോ കണ്ടു, ചെക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ലെവൽ ഇത് ഇങ്ങോട്ട് ഇനി ഫണ്ട് ഫ്ലോ കഴിഞ്ഞും കൂടെയുള്ളൂ. അപ്പോ അതാണ് എല്ലാവരും ഫുൾ ടൈം ക്രിയേറ്റേഴ്സ് ആണ്. ഇപ്പൊ എല്ലാവരും ഫുൾ ടൈം ക്രിയേറ്റേഴ്സ് ആയിരിക്കും. പിന്നെ അവർ സ്വന്തമായിട്ട് ബിസിനസ് അതിനെ മുകളിൽ ബിൽഡ് ചെയ്യും. അവരൊരു ബ്രാൻഡായി മാറും. അത് ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റിന്റെ പരസ്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ സാധാരണ കുക്കിങ്ങിന്റെ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ പരസ്യം ആയിട്ട് ചെയ്യുമ്പോൾ ആളുകൾ അത് പിന്നെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ള അത്
ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു കുക്കിംഗ് വീഡിയോയിലാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് എളുപ്പമാണ്. വേണമെങ്കിൽ നമുക്കൊരു 5 പ്രൊഡക്റ്റ് ഒക്കെ ഒരുമിച്ച് ഒരു കുക്കിംഗ് വീഡിയോയിൽ പ്ലേസ് ചെയ്യാതെ, അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, അങ്ങനത്തെ വീഡിയോകൾക്ക് സട്ടിൽ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ മതി. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഓവറായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു സട്ടി ഇൻറ്റഗ്രേഷൻസ് കൊണ്ടുവരാം. വീഡിയോന്റെ ഇടയിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തുകൊണ്ട് പറയുന്ന രീതിയിൽ അവസാനമോ ആദ്യം അങ്ങനെ. അപ്പൊ അത് ഇപ്പൊ അറിയാത്തവർക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യാതെ. ഏതാ അത് നമ്മൾ സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യും, സ്ക്രിപ്റ്റ് റെക്ടിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കും, നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഈ വലിയ ഭാഗത്താണ് പ്ലേസ്മെന്റ് വേണ്ടത്. അതായത് ഇപ്പോൾ ഇതുപോലെയുള്ള ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ കോഴിക്കോട് റീജിയനിൽ ഇതുപോലെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ആഡ്സിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 ഇൻഫ്ലുവൻസേഴ്സിൽ കണ്ടെത്തി, ചെറിയ ആൾക്കാരാണ്. അപ്പോൾ അവർ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ പിന്നീട് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്? അത് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ കണ്ടെത്തും, ഇൻഫ്ലുവൻസേഴ്സിനെ എടുക്കും, എന്നിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് അവർ അനലൈസ് ചെയ്യും എങ്ങനെയാണ് അവരുടെ വ്യൂസും കാര്യം, അവരുടെ വീഡിയോസ് എങ്ങനെയുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ബ്രാൻഡിന് തന്നെ നമ്മൾ കൊടുക്കാം. അവർക്കും അവരുടെ വിഷനായിട്ട് അലൈനായി പോകുന്ന ഇൻഫ്ലുവൻസേഴ്സാണോ ചെക്ക് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം നമ്മൾ ടൈം ലൈനും കൊടുക്കും, ബ്രീഫ് കൊടുക്കും, ടൈം ലൈനും കൊടുക്കും. ബ്രീഫ് നമ്മൾ ആദ്യം തന്നെ ബ്രാൻഡിന്റെ പേരൊന്നും അങ്ങനെ ഓവറായിട്ട് പറയുന്നത് കൊടുക്കൂല. നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് പറയും, ഇതാണ് ഇന്ന പ്രൊഡക്റ്റ്, അത് ഇങ്ങനെ പ്രൊഡക്റ്റ് അവർ ചെയ്യണോ വേണ്ടത് തീരുമാനിക്കാമല്ലോ. ബ്രാൻഡ് പിന്നെ ആയിരിക്കും, ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല, പ്രൊഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് പറ്റില്ല, ഏത് കാറ്റഗറി വരുന്ന പ്രൊഡക്റ്റ് ആണ് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവരുടെ സ്ക്രിപ്റ്റ് എനിക്ക് എനിക്ക് ഇത്ര ആകുമ്പോഴേക്കും എനിക്ക് സ്ക്രിപ്റ്റ് വേണം, ഈ ഒരു ഡേറ്റിലാണ് നമുക്ക് പോസ്റ്റ് കൊണ്ട്. ഇപ്പോൾ ആ വീഡിയോ ഇവർ അയച്ചു തരും, ഷൂട്ട് ചെയ്തിട്ട് വീഡിയോൻ്റെ അപ്രൂവൽ പോവും, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് പോവും. വീഡിയോ അപ്രൂവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റിംഗ് ആണ്, ആ ടൈം ലൈൻ അനുസരിച്ച് പോസ്റ്റ്. അത് ഇതിപ്പോൾ പിന്നെ ഞാൻ പറയുന്നത്, ഇപ്പോൾ എനിക്കൊരിപ്പോൾ ഇതുപോലൊരു ഇത് കിട്ടി, വർക്ക് കിട്ടി. ഇപ്പം ഞാനത് നിങ്ങളുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും തന്നു, ഞാൻ ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും ഇപ്പോൾ 1 ടൈം ആണോ, അതോ പിന്നെ നമുക്ക് ഇത് കൂടുതലും ഒരു ഇൻഫ്ലുവൻസർ ചോദിക്കുന്ന വലിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവർക്കൊരു ചെയ്യണ്ട. ചില വലിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് ഫുൾ പേയ്മെന്റ് വാങ്ങിയിട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും. ബിഗ് ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അപ്പോൾ ബ്രാൻഡുകൾക്ക് ഒരു വിശ്വാസമാണല്ലോ, ഇത്രയും വലിയ ഇൻഫ്ലുവൻസർ അല്ലേ, എന്തായാലും ചെയ്യും. ചെയ്തില്ലെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും, അത് വേറെ ബ്രാൻഡുകളൊന്നും വർക്ക് ചെയ്യില്ല അവരായി. ചില വലിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യും, ഫുൾ എമൗണ്ട് ആയിട്ട് വാങ്ങുന്നു. പിന്നെ ഒരു മിഡ് റേഞ്ചിലുള്ളവരൊക്കെ പറയാം, എനിക്കൊരു 25% അഡ്വാൻസ് ആയിട്ട് വേണം, പ്രൊഡക്ഷൻ കോസ്റ്റ് ബെയർ ചെയ്യണം, അങ്ങനെ ആ രീതിക്ക് പറയാം. അവർ ആ രീതിക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് എപ്പോഴും ഒരു സ്ലേ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 35 to 60 days ആണ് ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം വരുന്നത്. ഒരു എത്ര ദിവസം എടുത്തിട്ടാണ് പേയ്മെന്റ് പലർക്കും പോകുന്നത്. ആദ്യം വീഡിയോ അപ്പോൾ ആവും, വീഡിയോ പോസ്റ്റ് ചെയ്യും, വീഡിയോ പോസ്റ്റ് ചെയ്ത ദിവസം മുതൽ 35 days ആണ്. അത് എനിക്ക് തോന്നുന്നു ഒരു ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു 5-10 ആൾക്കാരല്ല ആ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്യുന്നവര് 100 ആൾക്കാരോ 200 ആൾക്കാരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു 500 ആൾക്കാരൊക്കെ പാനിൽ ചെയ്യുന്ന സാധനമായിട്ട്. അപ്പൊ നമുക്കത് ചെയ്ത പാടെ ഇവർക്ക് എല്ലാവർക്കും പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞത് ചിലപ്പോൾ പ്രാക്ടിക്കലി ഭയങ്കര ഇമ്പോസിബിളാ. അപ്പോ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇതിന്റെ വ്യൂസ് കൂടി അവർ കൺസിഡർ ചെയ്യൂലേ, എങ്ങനെയാണ് ഈ പേയ്മെന്റ്? ഇല്ല, പേയ്മെന്റ് ഒക്കെ ആദ്യം സംസാരിക്കുന്ന ആ പേയ്മെന്റ് തന്നെയാണ് പോവാ. മെയിൽ അയച്ച് പറയും, നിങ്ങളുടെ പേയ്മെന്റ് 35 ആണെങ്കിൽ 35 നിങ്ങളുടെ പേയ്മെന്റ്. ഈ ഒരു ടൈം ലൈനാണ്, 45 to 35 to 40 days അല്ലെങ്കിൽ 45 to 60 days അകത്ത് നിങ്ങളുടെ പേയ്മെന്റ് വരും. അല്ല, ടേംസും കാര്യങ്ങളും എല്ലാം നേരത്തെ കറക്റ്റായിട്ട് സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അവര് വ്യൂസ് കുറഞ്ഞു അവനെന്ന് ഇതുവരെ വലിയ ബ്രാൻഡ്സ് അല്ല. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമേ പിന്നെ ചാനൽ നോക്കും, അനലൈസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്. അതെ, ഇപ്പൊ കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള 4-5 വീഡിയോസ് എത്ര വന്നു, അങ്ങനെയാണ് പോയത്, ഇനിയും പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ മാത്രമേ കൊടുക്കും. ഇതിപ്പോ വലിയ കമ്പനീസ് മാത്രം ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ചെറിയ ഇപ്പൊ നമ്മൾ ലോക്കലായിട്ടുള്ള സ്ഥാപനങ്ങളോ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ ഒരു ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിന്റെ അത് സാധ്യതകൾ എത്തിയിട്ടുണ്ടോ? അതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഡിജിറ്റലി ആക്റ്റീവ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. തീരെ ഡിജിറ്റലി ആക്റ്റീവ് അല്ലാത്ത ബ്രാൻഡുകൾ ഡിജിറ്റലി ആക്റ്റീവ് ആകുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോ. കുറച്ചുകൂടി ടൈം എടുത്തിട്ടെങ്കിലും ഇതിലേക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഈ നമ്മളിപ്പോ ഈ ഒരു ഡീലിങ്സ് ചെയ്യാനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടല്ലേ.
ഇവര് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കി ചെയ്യാനായിരിക്കും ഒരു ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ട് ഈ ഏജൻസീസ് അധികം നിൽക്കാത്തത്. കാരണം വലിയ കമ്പനീസ് ആകുമ്പോൾ കുഴപ്പമില്ല, അവർക്ക് പറഞ്ഞ കാര്യം മനസ്സിലാവും. മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ളൊരു ചെറിയൊരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് ഉള്ള ആൾക്കാർക്ക് കോണ്ടന്റ് ഉണ്ടാക്കിയിടുന്നുണ്ട്. അതെ. അങ്ങനെയും ചെയ്യാം. അത് മാത്രമല്ലാണ്ട് ഇപ്പോൾ UGC വീഡിയോസ് നല്ല നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ഒരു ആപ്പിന് ഇപ്പോൾ നമുക്ക് UGC ചെയ്യിപ്പിക്കാം ക്രിയേറ്റേഴ്സിനെ കൊണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് നമ്മുടെ വീഡിയോ എടുത്തു തരാന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഓഫർ കൊടുക്കുന്ന പോലെയാണ്. ഇത് ഒരു ഓഫർ കൊടുക്കുന്നു. പക്ഷെ നമ്മള് അതിപ്പോ കോമൺലി ഇപ്പൊ എനിക്കറിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് തരുന്നു, നമ്മളതിനെ കുറിച്ച് ചെയ്യുന്ന ആളുടെ പ്രൊഡക്റ്റ് ആണ്, കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് വന്ന് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ അതിന് ഇപ്പം ചെറിയ രീതിയിലെങ്കിലും നമുക്കത് ഉപയോഗപ്പെടുത്താം. അതാണ് ഒരു റെമ്യൂണറേഷൻ അതിന്റെ രീതിക്ക് കിട്ടുമല്ലോ. അതാണ് ഞാനതാണ് ഇപ്പം യോഗ്യമായിട്ട് ഇന്റർവ്യൂ ഞാൻ ഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഇതിന്റെ ഒരു സാധ്യതകൾ ഈ നമ്മളെ യൂട്യൂബിന്റെ റവന്യൂ, ഫേസ്ബുക്കിന്റെ റവന്യൂ അവരുടെ സൈഡിൽ നിന്ന് മാത്രമല്ല, അല്ലാണ്ട് ഇങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ചാനലിന്റെ ക്വാളിറ്റി ആയാലും, ഈ ചാനലിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ എനിക്ക് കുറച്ച് ആൾക്കാരെങ്കിൽ തെറ്റി വെച്ചിട്ടുണ്ടോ, ഹൈ ക്വാളിറ്റി വീഡിയോ, ഹൈ ക്വാളിറ്റി ക്യാമറ ആയിരിക്കണം, അങ്ങനെ മൈക്ക് ആയിരിക്കണം, അങ്ങനെ ഒന്നുമല്ല. നമ്മള് നീറ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നീറ്റ് അല്ലാതെ സ്പെൻഡ് ചെയ്യാം. കാണാനിപ്പോ ഒരു കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ ആയിരിക്കും, കുക്കിംഗ് ആയാലും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ വിചാരിക്കാത്ത പോലെ ഇപ്പോൾ കുക്കിംഗ് ഒരു കാറ്റഗറിയാണ്. അപ്പൊ അതുപോലെ ഇപ്പോൾ വിചാരിക്കുക ഒരു നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പിന്നക്കടകളുണ്ട്. ചിലര് പിന്നെ തുന്നൽ അറിയുന്ന ആൾക്കാര് അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രൈലിംഗ് ഒക്കെ ചെയ്യാൻ, അതായത് ക്ലോത്ത് എടുത്തിട്ട് ഡിസൈൻ, ഫാഷൻ ഡിസൈൻ കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഒരു യൂട്യൂബിൽ എൻ്റെ പ്രോസസ്സ് ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇവിടെ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇന്ന് ഞാൻ ഈ സാധനം ചെയ്യും, അത് കോണ്ടന്റാണ്. അവർക്ക് എന്ത് ചെയ്യാം, അത് കോണ്ടന്റ് ആയിട്ട് ചെയ്യാം. അങ്ങനത്തെ കോണ്ടന്റ് വരെ എന്താ പറയാ, ഗ്ലോബലി ആൾക്കാർക്ക് താല്പര്യമുള്ള കോണ്ടന്റ് ആയിരിക്കും. ചിലപ്പോൾ വെറും എന്താ പറയാ, ഒരു കുഞ്ഞു സാധനമായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ഞാനപ്പോ ചോദിക്കുന്നതാ, ഇപ്പൊ ഇതുപോലെ ഇപ്പം നമ്മളൊരു സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ ഒരു വീഡിയോ ചെയ്തു വന്നു, പക്ഷേ വളരെ വളർന്നു വരുമ്പോൾ പിന്നീട് ഇതുപോലെ ചില ബ്രാൻഡ്സിന്റെയും അല്ലെങ്കിൽ ഇതിന്റെ പോസിബിലിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ക്ലോത്തിങ്, അതായത് ക്ലോത്തിങ് ബ്രാൻഡ് അല്ല, ഈ ക്ലോത്തിന്റെ ബ്രാൻഡുകളില്ല, അങ്ങനത്തെ ബ്രാൻഡുകൾ വരാം. അത് മാത്രമല്ല ചെറുക്കറിയ അതിൻ്റെ ഇപ്പൊ ആക്സസറീസ് വരാം. ഇപ്പൊ യൂഷയുടെ മിഷന്റെ കാര്യം, വിഷ്വൽസിന്റെ അങ്ങനത്തെ വർക്ക്സ് ഒക്കെ എന്തായാലും വരും. B2B ബ്രാൻഡ്സുകൾ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോ അല്ല, ഇപ്പൊ ഇത്ര സമയം ഞാൻ സംസാരിച്ചാലും മനസ്സിലാക്കിയത്, നമ്മുടെ ചാനൽ ആദ്യം മുതലേ എന്തായിരിക്കണം, ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതിന്റെ നേരത്തെ പറഞ്ഞ തമ്പനേഴ്സ് മുതലേ നോക്കും, ടൈറ്റില് കാര്യങ്ങള്, അത് ഇതിന്റെ സാധനം മെയിനായിട്ട് തമ്പനയിലാണ്. തമ്പനയിൽ എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കാൻ നോക്കുമ്പോൾ, അതുപോലെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ക്യാമറ മൊബൈൽ ആയാലും കുഴപ്പമില്ല, പക്ഷെ മൊബൈലിൽ എടുക്കുന്നത് നല്ല ലൈറ്റിലായിരിക്കണം, നീ വിഷ്വൽസ് ചെയ്യാൻ അടിപൊളിയായിരിക്കണം, അങ്ങനെയല്ലേ പ്ലീസിങ് ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇതിപ്പോ ഞാനിത് ഇന്റർവ്യൂവിൽ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അതായത് സാധാരണ ആളുകൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന യൂട്യൂബിന്റെ റവന്യൂ മാത്രമല്ലാതെ ഇതുപോലെ ബ്രാൻഡിൽസ് ഒക്കെ ഇനിയും വരും. ഇനിയിപ്പം മുന്നോട്ട് പോകുന്നതോടെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ഭയങ്കരമായിട്ട് ഈ സംഭവം. പിന്നെ മെയിനായിട്ട് ഞാൻ കണ്ടുവരുന്നത് യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൽ ഇൻഫർമേഷനുകൾ ആഡ് ചെയ്യുക. അപ്പോൾ ബ്രാൻഡ് ഡീലുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സപ്പം യൂട്യൂബ് പോയി നോക്കും, അബൌട്ടിൽ പോയി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു മെയിൽ ID പോലും ഇല്ല. യൂട്യൂബിന്റെ അബൌട്ട് സെക്ഷനിൽ കറക്റ്റ് ആയിട്ട് ഒരു മെയിൽ ID ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഒന്നില്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യണല്ലോ, അല്ലെങ്കിൽ ഒരു മാനേജറിന്റെ കോണ്ടാക്ട്. കഴിഞ്ഞ ദിവസം ഇത് എനിക്ക് പറ്റി വന്നില്ലേ, ഞാൻ ഫേസ്ബുക്കിന്റെ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ടീമിന് ക്ലാസ് എടുക്കണം. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്ന ആളുണ്ട്, മൂപ്പരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പല വഴിയും നോക്കി, കമന്റ് ചോദിച്ചു, റെസ്പോൺസും ഇല്ല. ഇത് ഈ പറഞ്ഞ പോലെ അബൌട്ട് സെക്ഷനിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഫോൺ നമ്പറും അല്ലല്ലോ, ഒരു മെയിൽ ID കിട്ടിയാൽ മെയിൽ ID കിട്ടിയാൽ നമുക്ക് നീറ്റായിട്ട് ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാം, അയക്കാം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ആ ഒരു ചെറിയ കാരണം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ആവാതെ കിട്ടാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ യൂട്യൂബിൽ കയറി, അതൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി, ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മൾ
ഓരോ ക്രിയേറ്റേഴ്സിന് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും നീറ്റായിട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. കറക്റ്റായിട്ട് ഇതൊന്നും ഒരു ഓർഗനൈസർ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. എല്ലാം ഇങ്ങനെ പെയ്ഡ് പ്രൊമോഷൻസ് വരണമെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ഇൻഫർമേഷൻ എവിടെയെങ്കിലും ഇന്നലെ ഒരാൾ വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഇത് നോക്കുമ്പോൾ അതിന്റെ അബോർഡ് സെക്ഷൻ എന്താ പറയാ, എല്ലാവരും എന്നെ സഹായിക്കും, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കാരണം എഴുതിയിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ എബോർഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമ്മളെന്താ നമ്മളെ ഫോൺ ആക്ച്വലി കൊടുക്കുക. നമ്മൾ എന്തൊക്കെയാണ് എനിക്കൊന്നും അറിയാത്തത് കൊണ്ടാണ്. അതെ. അപ്പോ നമ്മൾ ഇത്ര സമയം സംസാരിച്ച ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതിന്റെ എബോർഡ് സെക്ഷൻ, അതുപോലെയുള്ള വീഡിയോസിലുള്ള തമ്പനെയിൽസ്, അതുപോലെ നമ്മൾ വീഡിയോ എടുക്കുന്ന രീതി, ഇതൊക്കെ ആദ്യമേ തന്നെ വളരെ കൃത്യമായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഇനി അങ്ങോട്ടേക്ക് എല്ലാവരും ചെയ്യാൻ പോകുന്നതും. ഇനിയിപ്പോ ഓൾറെഡി ഉള്ളവർ ഇതൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി. പിന്നെ സ്പെക് ആഡ്സ് ഞാൻ പറഞ്ഞല്ലേ, ഇവർക്ക് ചെയ്യാം. അതായത് ബ്രാൻഡിൽ ഇല്ലാന്ന് തന്നെ ഒരു ബ്രാൻഡിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ബ്രാൻഡുകൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ആൾക്കാർക്ക് അറിയിക്കാം. അതായത് പിന്നെ നമ്മൾ ഒരു ഡമ്മി എന്നുള്ള രീതിയിൽ അറിയത്തില്ല. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. അത് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സുഹൃത്തുക്കളുടെ എന്തെങ്കിലും പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കമ്പനീസ്, അത് നമ്മൾക്ക് അങ്ങോട്ട് പോയിട്ട് കാല കൈ പിടിച്ചിട്ട് ഞാൻ ചെയ്തുതരാം ചെയ്യാം. ഇപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾ ഇതാണ്. ഫുഡ് ബ്ലോഗേഴ്സ് ആണെങ്കിലും ടെക് ബ്ലോഗേഴ്സ് ആണെങ്കിലും അവർ തുടങ്ങിയത് ആദ്യം തന്നെ അവരിപ്പം ബ്രാൻഡ് വന്നിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ല, അവര് ഫോണിന്റെ റിവ്യൂകൾ ചെയ്തു. അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. സ്പെക്കാരന്റെ അതിപ്പോ നിങ്ങളിപ്പോ ഇങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ യൂട്യൂബില് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ എങ്ങനെയാണ് ഈ സെർച്ച് ചെയ്തിട്ട് ഇയാൾ കൊള്ളാം നമ്മളിങ്ങനെ ടെക് വീഡിയോസും പിന്നെന്താ ലാംഗ്വേജ് വെച്ചാൽ നമ്മൾ ടെക് സെർച്ച് ചെയ്യുക. ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ മലയാളം ടെക് അങ്ങനെയൊക്കെ ആയിരിക്കും ടെക്കിന്റെ വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ടെക് ആണെങ്കിൽ അതായത് കീവേഡ് അടിച്ച് സെർച്ച് പേജ് വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ കീവേഡ് നമ്മൾ ഇടുമ്പോൾ വീഡിയോ, ഇപ്പോൾ ടെക് വീഡിയോ ആണെങ്കിൽ മലയാളത്തെ മനസ്സിലായി. അത് ടൈറ്റിൽ നമ്മൾ എപ്പോഴും മലയാളം ഏത് ലാംഗ്വേജിലാണ് ആ വീഡിയോ ഉള്ളത്. ഇപ്പം ഐഫോൺ റിവ്യൂ മലയാളം, അല്ലെങ്കിൽ ഐഫോൺ 16 റിവ്യൂ മലയാളം. അതെ, മലയാളം വളരെ അതുപോലെ ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് മറ്റൊരു കാര്യം പിടിക്കുന്നത്. അതായത് ഈ കീവേഡ്സ് ടൈറ്റിൽ കൊടുക്കുന്നത് ഇവർ പറയുന്നതാണ്. ഇവര് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് തന്നെ ഇന്ന ഐഫോൺ 16 മലയാളം. നമ്മളാണെങ്കിലും നമ്മളെ മാത്രമല്ലല്ലോ, നിങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാരെ സർവേ ചെയ്യുന്നത് അതാണ്. മലയാളത്തിലാണ് റിവ്യൂ വേണ്ടെങ്കിൽ അവരെന്തായാലും മലയാളം, എന്നിട്ട് ആ ലിസ്റ്റിൽ വരുന്ന ആളുകളുടെ വീഡിയോസ് നോക്കി അവരുടെ വീഡിയോസ് വെരിഫൈ ചെയ്ത് തീരുമാനിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അബൌട്ട് സെക്ഷനിൽ അവരുടെ കോൺടാക്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിക്ക് തന്നെയാണ് പോകുന്നത്. ഇത് ആക്ച്വലി ഇതിനെ കുറിച്ചൊന്നും പലർക്കും ഒരു ധാരണയില്ലാത്ത ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്വതവേ സിമ്പിൾ. ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ശ്രദ്ധിച്ചില്ലാത്ത അവർക്ക് ഇതിന്റെ പോസിബിലിറ്റി അറിയില്ല. ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് യോഗിയായിട്ട് പിന്നെ ഇത്രയും ഇതായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. കുറെ കാലമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞേ 150-200 സബ്ബുകൾ ഞാൻ എന്നാലും എനിക്കൊരു മടിയായതുകൊണ്ട് ഇപ്പൊ പക്ഷെ ഞാൻ ഇത്ര സബ്ബാക്കിയിട്ട് ഉറപ്പായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് അതുകൊണ്ട് ഞാൻ ഒരു പെട്ടെന്നൊരു ദിവസം വന്നല്ലേ, കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പൊ ഫതജാൽസൻ കമ്പനിയിൽ തന്നെ കുറെ കാലമായിട്ട് കുറെ വീഡിയോസോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. നിങ്ങൾ എല്ലാ സാധനങ്ങളും ഞാൻ കണ്ടു തീർന്നു. ഇനിയിപ്പോ നിങ്ങൾ പുതിയ ഇടാത്തോണ്ട് പോഡ്കാസ്റ്റുകൾ വേറെയും വരുന്നുണ്ട്. അതെയാ, കുറെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും വരുന്നുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ എഡിറ്റിങ്ങിലാണ്. അങ്ങനെ കമ്പനീന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. എന്തായാലും ഇത്രയും സമയം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് താങ്ക്സ്. നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷം വെച്ചാൽ ഞാൻ കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ചെയ്യണം. അത് മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഞാൻ ഒരു 150-200 സബ്ബുളത്തും യോഗ്യന്റെ ഇന്റർവ്യൂ കാണുന്നു. അപ്പൊ ഞാൻ ഞാൻ ഇന്റർവ്യൂ ചെയ്യും. ഞാൻ എന്തായാലും ഇന്റർവ്യൂ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിന്റെ പിന്നാലെ നടന്നിട്ട് ഇതാണ്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. എന്തായാലും എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ നിങ്ങളുടെ ചാനൽ ഇനി ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് സെറ്റ് എടുക്കുക. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ പോലും ഇതേ രീതിയിൽ തന്നെ
ആണ് പോകുന്നത്. നിങ്ങൾ കൃത്യമായിട്ടല്ല കൃത്യമായിട്ട് അതിൻ്റെ എബൌട്ട് ആയാലും വീഡിയോ എടുക്കുന്ന ക്വാളിറ്റി ആയാലും മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ നല്ല ഇതുപോലെ പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അല്ലാണ്ട് വേറെ അത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പുതിയ വന്നിട്ടുണ്ടോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട്? റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു അറിവില് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശരിയാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്ലാറ്റ്ഫോം ത്രെഡ്സ് വന്നല്ലോ. ആർഡേഴ്സും ട്വിറ്റർ നല്ല ആക്റ്റീവ് ആവുന്നുണ്ട്. ഇപ്പോൾ ട്വിറ്ററിന്റെ അകത്ത് കോണ്ടന്റുകൾ നിങ്ങളുടെ കോണ്ടന്റുകളൊക്കെ പോകാമ്പോൾ ഷസാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്വിറ്ററിലും ഷോർട്ട് വീഡിയോ ട്വിറ്ററിൽ പുള്ളി പോസ്റ്റ് ചെയ്യും. ഒരു ഐഫോണിന്റെ ലോഞ്ച് ആണ് ആ സംഭവം ട്വിറ്ററിലും പോസ്റ്റ് ചെയ്യും പുള്ളി. അപ്പോൾ ഇതൊക്കെ ഒരു ട്വിറ്ററിൽ നിന്ന് എന്ത് ചെയ്യാം, അവർക്ക് ട്വിറ്ററിൽ ചിലപ്പോൾ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും, യൂട്യൂബിലോട്ട് അത് വരും. അപ്പോൾ നിങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യാനല്ലോ, പുതിയ പ്ലാറ്റ്ഫോമുകൾ വരും. എല്ലാ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് അതാണ് മെയിനായിട്ട് സ്റ്റേജ്.